വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം മൂലം ആബേൽ കായേന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ തോമസ് വില്ലനോവ ആർച്ച് ബിഷപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണക്കാർക്ക് പോലും അനുവർത്തിക്കാവുന്ന ഒന്നാണ്. സ്പെയിനിൽ ന്യൂദാദ് റയാലിൽ 1488 ജനിച്ചു. കുടുംബം സമ്പന്നമല്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ കഴിവനുസരിച്ച് ദരിദ്രരെ സഹായിച്ചിരുന്നു. സ്വന്തം നിലയിൽ അധ്വാനിച്ചു കിട്ടുന്ന കാർഷികാദായങ്ങൾ വിൽക്കാതെ ദരിദ്രർക്ക് ദാനം ചെയ്യുകയായിരുന്നു മാതാപിതാക്കളുടെ പതിവ്. മാതാപിതാക്കന്മാരുടെ ഈ പ്രവൃത്തികൾ തോമസിലും വലിയ സ്വാധീനം ചെലുത്തി. 26-ാം വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ താമസിക്കുവാനുണ്ടായിരുന്ന ഭവനം ഒരാശുപത്രിയാക്കി മാറ്റി. 1518 വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സഭയിൽ ചേർന്നു. 1520 അദ്ദേഹം വൈദികനായി. 1545 വലൻസിയയിലെ ആർച്ച് ബിഷപ്പായി. സ്ഥാനമാനങ്ങളെ വെറുത്തിരുന്ന ഫാദർ തോമസ് സിംഹാസനം ചുംബിച്ചു. സ്ഥാനമേറ്റ സന്യാസ സഭയിൽ നിന്നും ലഭിച്ച സമ്മാനത്തുക വില്ലനോവയിലെ ആശുപത്രി മെച്ചപ്പെടുത്തുവാൻ അയച്ചുകൊടുത്തു. വിവിധ തൊഴിലറിയാവുന്നവർക്ക് തൊഴിലുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വലിയ ഉപവിപ്രവൃത്തികളുടെ നീണ്ട ശൃംഖല തന്നെയായിരുന്നു. അജഗണങ്ങളെ മാതാവിന്റെ മധ്യസ്ഥത വഴി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ധാരാളം യത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ 67-ാം വയസ്സിൽ ദൈവമാതാവിന്റെ പിറവിത്തിരുനാൾ ദിവസം മരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. 1555 ഓഗസ്റ്റ് 29-ാം തീയതി പനി പിടിപെട്ടു. സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ടു. അനന്തരം തന്റെ മുറിയിൽ ദിവ്യബലി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ദിവ്യബലി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയും ഉടൻ തന്നെ ആ ആത്മാവ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ്. 1658 നവംബർ 1-ാം തീയതി വിശുദ്ധനായി അദ്ദേഹത്തെ ഉയർത്തി. എളിയവനിൽ എളിയവനായി ജീവിച്ച് നിത്യസമ്മാനത്തിനായി ഒരുങ്ങി മുൻകൂട്ടി നിശ്ചയിച്ച ദിവസം തന്നെ തന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നമുക്കും ഈ വിശുദ്ധന്റെ എളിയ ജീവിതം മാതൃകയാക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. ഇഷ്ടന്മാർ വിട്ടാലും ഭ്രഷ്ടരായി തീർന്നാലും ക്രിസ്തേശു നായകൻ നിൻ കൂടെയില്ലേ. ഇഷ്ടന്മാർ വിട്ടാലും
ഭ്രഷ്ടരായി തീർന്നാലും ക്രിസ്തേശു നായകൻ നിൻ കൂടെയില്ലേ? ശ്രേഷ്ഠമായ അവൻ നിന്നെ വഴി നടത്തും, അതിശ്രേഷ്ഠമായ അവൻ നിന്നെ വഴി നടത്തും. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. വ്യർത്ഥമായി നിന്നുകൊണ്ട് അർത്ഥത്തെ പുണരാതെ, വ്യർത്ഥമായി നിന്നുകൊണ്ട് അർത്ഥത്തെ പുണരാതെ, അർത്ഥമുള്ള യേശുവിനെ പുണർന്നുവന്നാൽ, അർത്ഥമുള്ള യേശുവിനെ പുണർന്നുവന്നാൽ, ശ്രേഷ്ഠമായ ജീവിതത്തെ അവൻ മാറ്റിടും, അതിശ്രേഷ്ഠമായ ജീവിതത്തെ അവൻ മാറ്റിടും. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. പരിശുദ്ധ തീയാലിന്ന് കാടുകൾ കത്തിയിടുമ്പോൾ, പരിശുദ്ധ തീയാലിന്ന് കാടുകൾ കത്തിയിടുമ്പോൾ, കറ്റമേലതു വന്നു വീണുവെങ്കിൽ, കറ്റമേലതു വന്നു വീണുവെങ്കിൽ, തീയിട്ട ദൈവമെന്നു പകരം നൽകും, നിന്നിൽ തീയിട്ട ദൈവമെന്ന് പകരം നൽകും. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. ഇഷ്ടന്മാർ വിട്ടാലും ഭ്രഷ്ടരായി തീർന്നാലും ക്രിസ്തേശു നായകൻ നിൻ കൂടെയില്ലേ? ഇഷ്ടന്മാർ വിട്ടാലും ഭ്രഷ്ടരായി തീർന്നാലും ക്രിസ്തേശു നായകൻ നിൻ കൂടെയില്ലേ? ശ്രേഷ്ഠമായ അവൻ നിന്നെ വഴി നടത്തും, അതിശ്രേഷ്ഠമായ അവൻ നിന്നെ വഴി നടത്തും. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ. നഷ്ടമല്ലിവയൊന്നും നഷ്ടമല്ല, ലാഭമായി തീരുന്ന വഴികളത്രേ.